ഹായ് പോരെ പോരെ ഞാൻ നെസ്ല. ഞാൻ വൈറ്റ് മാർക്കറിൽ 1 year ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. യാരയിലെ ഞാനിപ്പോൾ 4 months ആയി. ഒരു 3 months ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു പെർമനൻറ്റ് സ്റ്റാഫ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസൈനിങ് മാത്രമല്ല, ഞാൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലയൻറ്റിൻ്റെ അടുത്ത് മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ സുഖം. ഒരു ഇൻറ്റേൺഷിപ്പ് നമ്മളൊരു കമ്പനിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ഇവിടുന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും, നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള. പക്ഷേ അങ്ങനെ ഒരു ഇതല്ല എനിക്ക് ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ്. അതായത് ഞാൻ ഫസ്റ്റ് വന്ന ഒരു 2nd week മുതൽ ഇവിടുത്തെ കമ്പനീൻ്റെ യൂസ് ചെയ്യുന്ന ഒരു ഫോൺ എനിക്ക് തന്നിട്ട് അതിൻ്റെ മൊത്തം കാര്യങ്ങൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതായിക്കോട്ടെ, അപ്രൂവൽ എടുക്കൽ കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ച്. ഇതാ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും. ആസ് എ ഇൻറ്റേൺ എനിക്ക് ആ ഒരു എന്താ പറയുക, അവരെന്നെ വിശ്വസിച്ച് അതിനെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായി, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. മൊത്തത്തിൽ ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റി. മറിയത്തിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ഇമോഷണലി ഉള്ള ഒരു സാധനത്തിന് നല്ല പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് മറിയം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും, ഇനിയിപ്പോൾ അത് ഇപ്പോൾ വർക്ക് ബേസ്ഡ് ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് കുറേ വർക്ക് ഉണ്ട്, അപ്പോൾ ഇത് അങ്ങനെ എങ്ങനെയെന്നൊക്കെയുള്ള അത് പറയുന്ന സമയത്ത് മറിയം വിളിച്ചിരുത്തിയിട്ട് വാ നമുക്കത് സോർട്ട് ചെയ്യാം. എന്നിട്ട് വിളിച്ചിരുത്തിയിട്ട് കറക്റ്റ് അതിലെന്തൊക്കെ വേണം, അതിലെന്തൊക്കെയാണ് ഓവറായിട്ട് നിൽക്കുന്നത് കുറച്ച് ഇതാക്കിയിട്ട് അത് അവിടെ സോർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രശ്നം തീർത്തരും. അതായത് നമ്മളത് ഓവർ പ്രഷർ ആവുന്ന സമയത്ത് എല്ലാ സമയത്തും മറിയൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് കിട്ടലുണ്ട്. പിന്നെ ഒരാളാണ് ശ്രുതിയേട്ടൻ. ശ്രുതിയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രുതിയേട്ടനൊരു പ്രസ്ഥാനമാണ്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ശ്രുതിയേട്ടന് അറിയാത്തൊരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ എന്തൊരു വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രുതിയേട്ടൻ അതിനെ പറ്റിയിട്ട് അതിനെ നോക്കി കാണുന്ന ഒരു എന്താ പറയുക, ശ്രുതിയേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. നല്ല രസമാണ് ശ്രുതിയേട്ടനോട് സംസാരിക്കാൻ. അതേപോലെ തന്നെ സീരിയസ് ആവേണ്ട സമയത്ത് നന്നായിട്ട് സീരിയസ് ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ട കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനും, നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് വരുന്ന സമയത്ത് കുറച്ച് സമയം ശ്രുതിയേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് സോർട്ട് ചെയ്യാൻ കഴിയും. പിന്നെ യാസിർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല, അത് സിമ്പിളാണെന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തരും. ഒരു ബോസി വൈബല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും പോയിട്ട് സംസാരിക്കാം. നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൂളായിട്ട് ആളടുത്ത് പോയി എനിക്ക് യാസിർക്കടുത്ത് സംസാരിച്ചാൽ അത് റെഡി ആകുന്ന വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെ പറ്റിയിട്ടാണ്. ഭയങ്കര ടീം വർക്ക് ആയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലോഗോയിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈപ്പോഗ്രഫിയിലെ കൺഫ്യൂഷനോ കളേഴ്സിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റേഴ്സിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിക്കാം, അതല്ല കോപ്പി റൈറ്റിൽ ചോദിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല. ഇപ്പോൾ നെയിമിങ്ങിനെ പറ്റിയിട്ട് വരികയാണെങ്കിൽ പോലും നമ്മളത് ഓക്കെ അത് കോപ്പി റൈറ്റ്, അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആണ്. നമുക്ക് ആ ഒരു ടീം വർക്ക് എന്ന് പറയില്ലേ, അതിന് ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ എല്ലാവരും ഒരുമിച്ച് പോയി നല്ല രസമാണ് ഇവിടെ വർക്ക് ചെയ്യാൻ. മൊത്തത്തിൽ ഇവിടെ ആംബിയൻസ് ഒക്കെയാണ്. പിന്നെ നമുക്ക് വലിയ വലിയ പ്രോജക്ട്സ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ടീമായിട്ട് ഇരുന്ന് അത് സോർട്ട് ചെയ്ത് ആ പ്രോജക്ട്സ് ഫൈനൽ ചെയ്ത് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ് ജേർണീനെ പറ്റിയിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, ബൈ.